ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹരിദ്രാകാണ്ഡം എന്ന് പറയുന്ന ഒരു ആയുർവേദ ഔഷധത്തെ കുറിച്ചിട്ടാണ്. വിട്ടുമാറാത്ത അലർജി എന്ന അവസ്ഥയിൽ വളരെയധികം ഫലപ്രദമായ ഒരു ഔഷധമാണ് ഹരിദ്രാകാണ്ഡം. ഇത് ഗ്രാനുൾ രൂപേണയും അതുപോലെ തന്നെ പൗഡർ രൂപത്തിലും നിർമ്മിക്കുന്നുണ്ട്. ഹരിദ്ര അതായത് മഞ്ഞളാണ് ഇതിൽ പ്രധാന ചേരുവ. അതുകൂടാതെ തന്നെ കടുക്ക, നെല്ലിക്ക, താനിക്ക, ത്രിഫല എന്ന് പറയുന്ന ഔഷധം ചേരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചുക്ക്, കുരുമുളക്, തിപ്പലി അടങ്ങിയിട്ടുണ്ട്, ഏലം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ വിഴാലരി, മുത്തങ്ങ, ലോഹഭസ്മം, നെയ്യ്, കൽക്കണ്ടം, ശർക്കര എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പൗഡർ ഫോമാണ് ഹരിദ്രാകാണ്ഡം. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിട്ടുമാറാത്ത ചുമ, വിട്ടുമാറാത്ത ജലദോഷം, ഇടയ്ക്കിടെ വരുന്ന ജലദോഷമുള്ളവർക്കും ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാതെ വരുന്ന ചുമയുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നതിലൂടെ വളരെയധികം നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അലർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡസ്റ്റുമായി ചേരുമ്പോൾ എല്ലാവർക്കും അലർജി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ തണുപ്പ് പറ്റുമ്പോൾ അലർജി ഉണ്ടാവാറുണ്ട്. ആ രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഹരിദ്രാകാണ്ഡം കഴിക്കുന്നതിലൂടെ സഹായിക്കും. ആസ്മ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നതിലൂടെ വളരെ നല്ലധികം റിസൾട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ത്വക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. അതായത് ത്വക്കിൽ കാണുന്ന കറുത്ത പാടുകൾ, ഏതെങ്കിലും രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ പ്രാണികൾ കടിച്ചിട്ട് സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പ്ലാന്റ് വിഷച്ചെടികൾ സ്പർശിച്ചിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളിലൊക്കെ വളരെ നല്ലധികം റിസൾട്ട് ഹരിദ്രാകാണ്ഡം കഴിക്കുന്നതിലൂടെ കിട്ടാറുണ്ട്. ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് മുതിർന്ന ആളുകളിലാണെങ്കിൽ 5 മുതൽ 10 ഗ്രാം വരെ തേന് അല്ലെങ്കിൽ പാല്, ചൂടുവെള്ളം ഇതിലേതെങ്കിലും മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് വളരെ ഉത്തമം. കുട്ടികളിലാണെങ്കിൽ 1 മുതൽ 3 ഗ്രാം വരെയാണ് കഴിക്കാൻ പറ്റുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കാൻ ശ്രമിക്കുക. ഇതിനൊരു ഉഷ്ണ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഇത് കഴിക്കാതിരിക്കുക. എപ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടിയിട്ട് ഈ മെഡിസിൻ കഴിക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ആഴ്ച ഫോളോ ചെയ്യുക. താങ്ക് യു.